കൊല്ലത്ത് ബൈക്ക് യാത്രക്കാരനെ ഹെൽമറ്റ് വെച്ച് പോലീസുകാരൻ അടിച്ചിട്ടില്ലെന്ന് കൊല്ലം കമ്മീഷണർ. അമിത വേഗതയിൽ പോലീസിനെ തട്ടിത്തെറിപ്പിച്ച് കടന്നു പോകുമ്പോൾ തലയ്ക്ക് പരിക്ക് പറ്റിയതാവാമെന്നും കമ്മീഷണർ പ്രസ്താവനയിൽ പറഞ്ഞു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ഏത് സാഹചര്യത്തിലാണ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രസ്താവന ഉണ്ടാകുന്നത്? ഇതില് പോലീസ് ഉദ്യോഗസ്ഥനായ മാഷ്ദാസ് വാഹന പരിശോധന നടത്തിയപ്പോഴാണ് ഈ സന്തോഷ് ഫെലിക്സ് എന്ന് പറയുന്ന യുവാവിന് പരിക്കേറ്റതായുള്ള പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സന്തോഷ് ഫെലിക്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം മാഷ്ദാസ് പോലീസിന് നൽകിയിരിക്കുന്ന വിശദീകരണം ഇപ്രകാരമാണ്. ആദ്യം സന്തോഷ് ഫെലിക്സ് വരുമ്പോൾ സന്തോഷ് ഫെലിക്സിന്റെ പക്കൽ അയാളുടെ കുഞ്ഞില്ലായിരുന്നു. വാഹനം അതിവേഗതയിൽ വരുമ്പോൾ ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥനായ മാഷ്ദാസ് കൈ കാണിച്ചു. വാഹനം ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ തിരികെ പോയത്. പിന്നീടാണ് കുഞ്ഞുമായിട്ട് ഇയാൾ മടങ്ങി വരികയും പിന്നീടുള്ളതെല്ലാം ഒരു നാടകമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസുകാരനായ മാഷ്ദാസ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചില തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ സമീപ പ്രദേശങ്ങളിലെ പോലീസ് തന്നെ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും കേസ് ഇതിന് പൂർണ്ണതോതിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണം തുടങ്ങിയ കാര്യങ്ങൾ, കേസ് നിലനിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയുള്ളൂ. എന്തായാലും പോലീസിന് ഇക്കാര്യത്തിൽ മുൻവിധിയില്ല. പോലീസുകാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാളെ മാതൃകാപരമായി തന്നെ ശിക്ഷ വാങ്ങി നൽകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സന്തോഷ് ബിനോ അറിയിച്ചു. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.